വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനായിട്ട് ഒരു 2 2.5 ഇഞ്ചിൻ്റെ സ്പീക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 2 ആംപ്ലിഫയറിൻ്റെ ബോർഡ്, ഒന്ന് 4440 IC വർക്ക് ചെയ്യുന്നതും ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ബോർഡുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂടൂത്ത് റിസീവറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ ബോട്ടിൻ്റെ നെക്ക് ബാൻഡാണ്. ഇതിവിടെ ഉപയോഗമില്ലാതെ കിടക്കുമായിരുന്നു. എൻ്റെ സ്പീക്കർ രണ്ടും പോയിട്ട് ഇത് മൊത്തം അഴിച്ചിട്ട് അതിൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷന് നമ്മുടെ ആംപ്ലിഫയറിലോട്ട് കൊടുത്താൽ അത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ വർക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ട കണക്ഷനെല്ലാം അതിലോട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ 12 വോൾട്ടിലാണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പം നെക്ക് ബാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3.7 അല്ലെങ്കിൽ 4 വോൾട്ട് കൊടുക്കാനായിട്ടൊരു ബക്ക് കൺവേർട്ടർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കേസ് ഉണ്ടാക്കണം. അത് ഞാൻ 3D പ്രിൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ കേസ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കേസ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ ഒരു ബാക്ക് സൈഡും പിന്നെ ഒരു ഫുൾ കേസുമായിട്ട് ഒട്ടിച്ച് വെക്കുന്ന രീതിയിൽ. അപ്പം മെയിൻ ബോഡി ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡോടെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ബാക്ക് സൈഡിലെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു കണക്ടർ, ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ഒരു കണക്ടർ വേണം. അതുപോലെ തന്നെ ഒരു സ്വിച്ച്, പിന്നെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആണോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ 3 സ്വിച്ച്, വോളിയം, പവർ ഓൺ, വോളിയം ഡൗൺ, ഇതിന് 3 വേണ്ടി സ്വിച്ച് കണക്ട് ചെയ്യാനായിട്ടൊരു 3 ഹോള്. ഇത്രയുമാണ് ബാക്ക് പാനലിൽ വരുന്നത്. അതോടെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടത് 3D പ്രിൻ്റ് ചെയ്യാനിടാം. അപ്പം നമ്മുടെ ഡിസൈനിങ് ഫുള്ള് കഴിഞ്ഞ് പ്രിൻറ്റിങ് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നെക്ക് ബാൻഡ് മൊത്തം പൊളിച്ചെടുത്തിട്ട് അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ ബോർഡ് ഫുള്ള് അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററിയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം. ഞാൻ ആ ബാറ്ററിയുടെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് മാത്രം എടുത്ത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആ പ്രൊട്ടക്ഷൻ ബോർഡ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ പ്ലസും മൈനസും മറ്റേ ടെമ്പറേച്ചറിൻ്റെ പോയിൻറ്റും, ഇത് 3 ഞാൻ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ബക്ക് കൺവേർട്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്യണം. ഈ 2 പോയിൻറ്റിലോട്ട് നമ്മുടെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കും. എന്നിട്ട് ട്രിംപോട്ട് തിരിച്ച് നമുക്ക് വോൾട്ടേജ് കുറച്ചിട്ട് ഒരു 3.7 4 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ ബോർഡിലോട്ട് അത് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം L-, L+, R-, ഇവിടെ നിന്നാണ് നമ്മൾ ഓഡിയോ ഔട്ട് എടുക്കുന്നത്. L+, L-, R+, R- നിന്നും നമ്മൾ ഓഡിയോ ഔട്ട് എടുക്കും. അപ്പം നമ്മുടെ 3D പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബോക്സ് ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സ്വിച്ചും ബാക്കി കണക്ടറും എല്ലാം നമുക്ക് കണക്ട് ചെയ്യണം. ഇതിങ്ങനെ ബാക്കിൽ ഫിറ്റ് ചെയ്തിട്ട് ഗ്ലൂ ചെയ്യാനാണ് പരിപാടി. ഓക്കെ, ഇത് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്, ഇത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കണക്ടർ, പിന്നെ നമ്മുടെ നെക്ക് ബാൻഡിൻ്റെ വോളിയം അപ്പും വോളിയം ഡൗണും ഓൺ ഓഫ് ബട്ടണ്, അത് 3 ഈ ചെറിയ 3 സ്വിച്ചിൽ നിന്ന് നമുക്ക് സോൾഡർ ചെയ്ത് ഈ വലിയ സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കണം.
ഇതൊരു ഓൺ ഇൻഡിക്കേറ്ററിന് വേണ്ടിയാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു LED ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചും ബാക്കി കണക്ടറും എല്ലാം ഞാൻ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടുവന്ന് ചെറുതായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ഇളകി പോകാതിരിക്കാനായിട്ട്. നമുക്കിനിയും നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിലോട്ട് സ്വിച്ചിൻ്റെ കണക്ഷനും ബാക്കിയെല്ലാം കൊടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം നമ്മുടെ എല്ലാം വർക്കിംഗ് ആണോ എന്ന്. അതിന് ശേഷം വേണം നമുക്കെല്ലാം അസംബിൾ ചെയ്യാൻ. നമ്മുടെ ബക്ക് കൺവെർട്ടറിൻ്റെ കണക്ഷന് പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു 12 വോൾട്ട് സോഴ്സ് വേണം. അതിന് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലിഥിയം ആൻഡ് ബാറ്ററി പാക്കാണ്, ഒരു 18Ah 12 വോൾട്ടിൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട് എടുത്തിട്ട് നമ്മുടെ ബക്ക് കൺവെർട്ടറിൽ കൊടുക്കണം. എന്നിട്ട് ബക്ക് കൺവെർട്ടറിൽ നിന്ന് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിൽ കൊടുക്കണം. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ സ്പീക്കറിൻ്റെ കണക്ഷനും ബാക്കിയെല്ലാം കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബക്ക് കൺവെർട്ടറിലോട്ട് പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഔട്ട് എടുത്ത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിലോട്ടും പ്ലസും മൈനസും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ബോർഡിൽ നിന്ന് തന്നെ ഓഡിയോ ഔട്ട് എടുത്തിട്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 4440 IC ഉള്ള 12 വോൾട്ടിൻ്റെ ബോർഡിലാണ് ആദ്യം കൊടുക്കുന്നത്. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കിയിട്ട് ക്ലാസ്സിൽ ചെക്ക് ചെയ്യണം. അതല്ലോ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതിലോട്ട് നമുക്ക് കണക്ഷൻ പെർമനൻ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ നമ്മുടെ ലിഥിയം പാക്കിൽ കൊടുക്കാനായിട്ടൊരു കണക്ടറും റെഡിയാക്കിയിട്ടുണ്ട്. അതിലോട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം എല്ലാം കൊടുത്ത് എല്ലാം പവർ ഓണായിട്ടുണ്ട്. നമുക്കിനിയും നെക്ക് ബാൻഡിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്യാം. നമ്മളത് ഓൺ ചെയ്യുമ്പോൾ ഒരു അബ്നോർമൽ സൗണ്ടാണ് വരുന്നത്, ഒരു എരപ്പാണ് കേൾക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ബക്ക് കൺവെർട്ടറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. അതിന് ഫിൽറ്ററിങ് ഭയങ്കര കുറവാണ്, ചീപ്പ് ക്വാളിറ്റി ആയതുകൊണ്ട്. അതിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ആ എരപ്പ് സൗണ്ട് കേട്ടിരുന്നത്. അപ്പോൾ നമുക്കത് മാറ്റാനായിട്ട് ഒരു വഴിയുള്ളത് ഒരു സെപ്പറേറ്റ് ബാറ്ററി പവർ നമ്മളെ ബ്ലൂടൂത്ത് മോഡലിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക്, 12 വോൾട്ട് അല്ലത് ഒരു 16.8 വോൾട്ട് വരെ ഫുൾ ചാർജായി കഴിയുമ്പോൾ ഒരു 2500 mAh 8 ബാറ്ററിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി പാക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ ഫുള്ള് കൊടുത്തിട്ട് ഞാൻ BMSലും കൊടുത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഓട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുൾ കണക്ഷൻ സ്വിച്ചിൻ്റെ കണക്ഷനും എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ അഡീഷണൽ ഉപയോഗിക്കുന്ന ആ ഇരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ആ ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനിയും ഒന്ന് എക്സ്റ്റേണലി എല്ലാം കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നോക്കാം, നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് D ബോർഡാണ് ഉപയോഗിക്കുന്നത്. മറ്റേ 4440 IC ഉള്ള ബോർഡിന് ഭയങ്കര നോയ്സാണ്, ഒരു ഏരപ്പ് തേക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് D ബോർഡ് യൂസ് ചെയ്യുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ഓഡിയോ ടെസ്റ്റ് അടിച്ച് നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി എല്ലാം ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാറ്ററി പാക്ക് അകത്ത് ടേപ്പ് കൊണ്ട് സീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് D ബോർഡിൻ്റെ പുറകിലും ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അത് മോണിൽ കണക്ട് ചെയ്യുകയാണ്.
നമ്മുടെ കണക്ഷനെല്ലാം വീണ്ടും സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് നോക്കി, എല്ലാം സെറ്റാണ്. പിന്നെ ഇനി ഒരു പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ കണക്ടറിൽ നിന്ന് ബക്ക് കൺവെർട്ടറിലോട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബക്ക് കൺവെർട്ടർ എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ആ നോയ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു സ്വിച്ച് നമുക്ക് ചാർജിങ്ങിന് വേണ്ടി മാത്രം കണക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ചെയ്യണം. ഒരു ഡബിൾ പോൾ സ്വിച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി നടക്കും. അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെയൊക്കെ നോക്കിയിട്ട് ചെറിയ ഡബിൾ പോൾ സ്വിച്ച് കണ്ടില്ല. പകരം ഒരു ടൈപ്പ് സി പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബക്ക് കൺവെർട്ടർ ഒഴിവാക്കിയിട്ട് ഈ ടൈപ്പ് സി പോർട്ട് ഡയറക്റ്റ് നമ്മുടെ ബാറ്ററി ചാർജിങ് ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. അതാകുമ്പം ഇഷ്യൂ വരത്തില്ല. പക്ഷേ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചാർജ് ചെയ്യേണ്ടി വരും. വേറെ ഇഷ്യൂ ഒന്നുമില്ല, തൽക്കാലം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ആ ചെറിയ ബോർഡിലോട്ട് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ ബക്ക് കൺവെർട്ടർ നമുക്ക് ഉരുക്കളയാം. നമ്മുടെ ബക്ക് കൺവെർട്ടർ ഊരാനാകുന്ന പണി നോക്കി, സംഭവം നടന്നില്ല. നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് ശകലം സ്ട്രോങ് ആയതുകൊണ്ട് അത് ഊരാൻ പറ്റിയില്ല. ഇനി ഊരിയ പൊട്ടിപ്പോകുന്നുള്ള പേടിയുണ്ട്. അതുപോലെ തന്നെ വെച്ചേക്കാണ്. എന്നിട്ട് നമ്മളെ ടൈപ്പ് സി പോർട്ട് കണക്ട് ചെയ്തു. അതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കാനുള്ള, ബാറ്ററി ചാർജിങ്ങിൻ്റെ ഇൻപുട്ട് കൊടുക്കാനുള്ള പോർട്ടാണത്. അവിടെ ഒരു 16.8 വോൾട്ട് കൊടുത്ത് നമ്മുടെ ബാറ്ററി പാക്ക് ചാർജ് ആകും. ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂൾ ചാർജ് ചെയ്യാനത് കൊടുക്കണം. ഇത് ഓൺ ഓഫ് ബട്ടണാണ്. പിന്നെ ബാക്കി 3 ബട്ടൺ വോളിയം അപ്പ് ഡൗൺ, ബ്ലൂടൂത്ത് ഓണിൻ്റെ. അപ്പോൾ താഴെ ഞാൻ 4 ഒരു ചെറിയ സ്റ്റാൻഡ് പോലെയും ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങളുടെ ബ്ലൂടൂത്ത് സ്പീക്കർ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ സെറ്റായിട്ടുണ്ട്. നിങ്ങൾ സൗണ്ട് ക്വാളിറ്റി എല്ലാം കേട്ട് കാണും. അത്യാവശ്യം നല്ല ബാസും എല്ലാം ഉണ്ട്. ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.